Assalamualaikum. Welcome back to our channel. അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. നമ്മളൊരു വെറൈറ്റി രീതിയിലാണ് ചെമ്മീന്റെ മസാല ഒക്കെ റെഡിയാക്കുന്നത്. നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെ ചെമ്മീൻ ബിരിയാണി തയ്യാറാക്കണമെന്ന് നോക്കാം. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോസിനൊക്കെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞങ്ങള് അപ്പൊ അധികം ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി, ലെമൺ ജ്യൂസൊക്കെ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനാണിത്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് സവാള, 7 തക്കാളി, പച്ചമുളക് ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, കസ്കസ് വെള്ളത്തിലിട്ടത്, വെള്ള കസ്കസാണ്. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ, ചുവന്നുള്ളി, വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെമ്മീൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ ഇത് രണ്ടും കൂടെ അരച്ചിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിച്ചപ്പ്, പുതിന, ആവശ്യത്തിന് തൈര്. പിന്നെ പൊടികളായിട്ട് നമ്മളിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ. 2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം മതി. അപ്പോൾ നമ്മുടെ ചട്ടി ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു പാൻ വെച്ചിട്ട് നമ്മുടെ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീന് ഒരുപാട് വേവ് ഒന്നും വേണ്ട, ഒരു ഹാഫ് ഫ്രൈ ആയാൽ മതി, നന്നായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാ ചെമ്മീനും ഒന്ന് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ സവാള ഒന്ന് വറുത്ത് കോരി എടുക്കാം. അപ്പോൾ നമ്മൾ സവാള ഇട്ട് കൊടുത്തു. ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്കൊന്ന് വറുത്ത് എടുക്കാം. ഇപ്പോൾ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കരിച്ച് കളയണ്ട. ഈ ഒരു കളർ ആകുമ്പോഴേക്കും നമുക്ക് സവാള കോരി മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള സവാള കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സവാളയൊക്കെ വറുത്ത് കോരി വെച്ചു. ഇനി ആ ഓയിലിലേക്ക് തന്നെ നമുക്ക് നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. അതുപോലെ തന്നെ മുന്തിരി കൂടെ നമുക്കൊന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ മുന്തിരിയും വറുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനും ഇവിടെ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട്. ബാക്കിയുള്ള ചെമ്മീനും കൂടെ നമുക്ക് ഇതുപോലെ പൊരിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങ, ചുവന്നുള്ളി, വെളുത്തുള്ളി, 2 പച്ചമുളക്, 2 ഇഞ്ചി, പിന്നെ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും ഈ കസ്കസും കൂടെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത് കിട്ടിയേക്കുന്നതാണ് ഇത്. ഇതുപോലെ നമുക്ക് നല്ല സ്മൂത്തായിട്ട് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അപ്പോൾ നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാള ഇവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി ചതച്ചതാണ്. അതും ഒരു 2 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 2 ടീസ്പൂൺ അതുപോലെ തന്നെ പച്ചമുളക് ചതച്ചത് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം.
അപ്പോൾ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചേർക്കേണ്ടത് തക്കാളിയാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. തക്കാളി നന്നായിട്ട് കുക്കാവണം, അതാണ് നമ്മുടെ മസാലയുടെ പാകം എന്ന് പറയണത്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമണം മാറുന്ന വരെ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം, നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഏതാണ്ട് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മുടെ മസാല ഏതാണ്ട് ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ നാരങ്ങയുടെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മസാല ഉണ്ടാക്കിയപ്പോൾ ഒരു തരി പോലും വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്കിതിൽ. നന്നായിട്ട് എല്ലാ ഭാഗത്തൊന്നും മിക്സ് ആയതിന് ശേഷം നമുക്ക് ഒരു 2 ടീസ്പൂൺ തൈരും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മാറ്റി വെച്ചേക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ റൈസ് റെഡിയാക്കാം. അപ്പം നമ്മൾ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചൂടായ പാത്രത്തിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്ത് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ സ്പൈസസ് ഒക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ആഡ് ചെയ്യാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ക്യാരറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അരികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമുക്ക് നാരങ്ങ കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചോറും മസാലയും രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു ചൂടായ പാത്രത്തിലേക്ക് ആദ്യം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചെമ്മീൻ്റെ മസാല ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു 1 ടീസ്പൂൺ കളർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവാള, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിച്ചപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് അടച്ച് വെച്ച് ദം ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ദം ചെയ്തതിന് ശേഷം നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെമ്മീനും നമ്മുടെ റൈസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ബിരിയാണിയൊക്കെ വീട്ടിൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.